ഹായ് ഹലോ നമസ്കാരം. സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ വരാൻ പോകുന്ന സ്നേഹക്കൂട്ടില് വരാൻ പോകുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത്രയും നാള് കണ്ടതിൽ വെച്ച് മറ്റൊരു രീതിയിലേക്കാണ് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്കാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മിയുടെ ജീവിതം തകർന്നു. അതായത് വേണു സത്യങ്ങൾ അറിഞ്ഞതോടുകൂടി തന്നെ ലക്ഷ്മിയുടെ ജീവിതം തകർന്നു കഴിഞ്ഞു. പക്ഷെ ലക്ഷ്മി ഒരു ശപഥം എടുത്തിട്ടുണ്ടായിരുന്നു, തന്റെ ജീവിതം തകർത്തത് ആരാണോ അവരെ ഞാൻ വെറുതെ വിടത്തില്ല, അവരുടെ ജീവിതം ഞാൻ കുളം തോണ്ടുമെന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരായിരിക്കും എന്റെ ഏറ്റവും വലിയ ശത്രുവെന്നും ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ദ്രനാണെന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയത്തില്ല. എന്നാൽ വേണു വിചാരിച്ചിരിക്കുന്നത് ലക്ഷ്മിയുടെ മകൻ സേതു ആണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്നാണ്. അതിന്റെ പേരിൽ ഭയങ്കര പൊട്ടിത്തെറികൾ നടക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ലക്ഷ്മി സത്യങ്ങൾ അറിയുമോ, അതോ ഇനി വേണു മനഃപൂർവ്വം സേതു ആണ് സത്യങ്ങൾ അറിയിച്ചതെന്ന് തെറ്റിദ്ധരിക്കുമോ? ഇന്ദ്രന്റെ ചീട്ട് കീറാനായിട്ട് സേതുവിനും പല്ലവിക്കും സാധിക്കുമോ? ഋതുവിന്റെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സേതുവിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അതായത് താൻ ഒരുപാട് ആഗ്രഹിച്ച തന്റെ അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്ന് സേതു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സേതുവിന് അത് സാധിച്ചില്ല. എന്നാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടാണ് ലക്ഷ്മിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നു, ദുരന്തങ്ങൾ വന്നു. ആ ഒരു ദുരന്തത്തിൽ നിന്നെല്ലാം കരകയറി വരാനായിട്ട് ശ്രമിക്കുന്നു. എന്തോ ആയിക്കോട്ടെ, പക്ഷേ ലക്ഷ്മിയും പിന്നെ സേതുവും ഒന്നിച്ചു. അവർ ഭയങ്കര സന്തോഷത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇവർക്കൊപ്പം പല്ലവിയും കൂടെയുണ്ട്. അങ്ങനെ പല്ലവിയും ഇടയ്ക്കിടയ്ക്ക് പൊന്നുമടത്തിലും പിന്നെ സേതുവിനൊപ്പം അങ്ങനെ മാറി മാറിയാണ് താമസിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും ലക്ഷ്മിക്കും പല്ലവിക്കും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും അവർക്കൊപ്പം ഇരുന്ന് സന്തോഷത്തോടുകൂടി തമാശകൾ പറയുന്നതും പിന്നെ സേതു ആഗ്രഹിച്ചത് തന്റെ അമ്മ തന്നെ കുളിപ്പിക്കുന്നത്, ഭക്ഷണം വാരി തരുന്നത്, തന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഒക്കെ സേതു ആഗ്രഹിച്ചിരുന്നു കുഞ്ഞുനാള്. അത് സാധിച്ചില്ല. പക്ഷെ ഇപ്പോ കുളിച്ചിട്ട് വന്നപ്പോ തല തോർത്തി കൊടുക്കുന്നത്, മകൻ തെറ്റിയുമ്പോൾ വഴക്ക് പറയുന്നത്, ഭക്ഷണം വാരി കൊടുക്കുന്നത്, സേതുവിന്റെ കാര്യങ്ങൾ നോക്കുന്നത്, അതൊക്കെ കൊണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു സേതു. പക്ഷേ ഈ ഒരു സന്തോഷം അധിക നാൾ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അധിക നാൾ ഉണ്ടാകില്ലായിരുന്നു എന്ന് സേതുവിന് അറിയത്തില്ലായിരുന്നു. സേതുവും ലക്ഷ്മിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഈ ഒരു സന്തോഷത്തിന്റെ മേൽ കരിനിഴൽ വീഴ്ത്താനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു. രാജലക്ഷ്മിയുടെ വാക്കുകൾ അല്ലെങ്കിൽ രാജലക്ഷ്മിയിൽ നിന്നും ഉപദേശം തേടിയെങ്കിലും അത് കിട്ടിയില്ല. രാജലക്ഷ്മിയുടെ വായിൽ നിന്നും പച്ചത്തെറിയാണ് ഇന്ദ്രൻ ഏറ്റുവാങ്ങിയത്. അതോടുകൂടി ഇന്ദ്രൻ വിചാരിച്ചു, എന്തായാലും വേണുവിനെ കാണാം, സേതുവായിട്ട് തന്നെ വേണുവിന്റെ മുന്നിൽ പോയി നിൽക്കാമെന്ന് ഇന്ദ്രൻ വിചാരിച്ചു. അങ്ങനെ നേരെ സേതുവായിട്ട് അണിഞ്ഞൊരുങ്ങി വേണുവിനെ പകുതിക്ക് വെച്ച് കണ്ടു. വേണുവിനോട് സംസാരിച്ചു. എന്നിട്ട് വേണുവിനോട് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് മാത്രമല്ല, മയൂരിയുടെ ജീവിതം തകർക്കുമെന്നുള്ള ഒരു ഭീഷണിയൊക്കെ ആയിരുന്നു ഇന്ദ്രന്റെ ഭാഗത്ത് നിന്നും വന്നത്. തന്റെ അമ്മയുടെ ജീവിതം തകർത്തു എന്നും തന്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും അതിനെല്ലാത്തിനും കാരണം നിങ്ങളാണെന്നും നിങ്ങളുടെ ജീവിതം ഞാൻ കുളം തോണ്ടും, മയൂരിയുടെ ജീവിതം തകർക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെല്ലുവിളികളായിരുന്നു. അവസാനം സഹിയിട്ടിട്ട് ഇന്ദ്രന്റെ കരണം പൊട്ടിച്ചുകൊണ്ട് ഇവിടെ വേണു ഒരു അടി കൊടുത്തു. എന്നിട്ട് ഇന്ദ്രനെ ഒരുപാട് അടിക്കുകയും, ഇനി മേലാൽ നീ നിന്റെ നാടകവും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിന്റെ വെല്ലുവിളിയുമായിട്ട് നീ എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കേണ്ട, ഇതിനപ്പുറം ശിക്ഷയായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണുവും അങ്ങ് തകർത്തു. അതിനുശേഷം വേണു ദേഷ്യത്തോടുകൂടി ലക്ഷ്മി താമസിക്കുന്ന വീട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ പല്ലവി ഉണ്ടായിരുന്നു, സേതു ഉണ്ടായിരുന്നു, പിന്നെ ലക്ഷ്മി ഉണ്ടായിരുന്നു. പക്ഷേ വേണു വിചാരിച്ചിരിക്കുന്നത് അത് സേതു അല്ല, തന്നെ കാണാൻ വന്നതാണ് സേതു എന്നാണ് വേണു വിചാരിച്ചിരുന്നത്. ഓടിപ്പോയി ലക്ഷ്മിയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു. എന്നിട്ട് നിന്നെ ഞാൻ ഒരിക്കലും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സമ്മതിക്കത്തില്ല, നീ എന്റെ ജീവിതം തകർത്തു, നിന്റെ മകനെ നിങ്ങൾക്ക് ഞാൻ ശിക്ഷ തന്നിരിക്കും, നിങ്ങളെ ഞാൻ പഴിവാങ്ങിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെല്ലുവിളിയായിരുന്നു, ഭയങ്കര സംസാരമായിരുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതിനുശേഷമാണ് ലക്ഷ്മിയും സത്യങ്ങൾ അറിയുന്നത്. സേതു ആണ് തന്നോട് സത്യങ്ങൾ, അതായത് സേതു ആണ് ലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം വേണുവിനോട് പറഞ്ഞതെന്ന് മനസ്സിലാക്കുകയാണ്.
വേറൊന്നും കൊണ്ടല്ല. എന്നിട്ട് ഹരി അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരി വന്നു, ഹരിയോട് സംസാരിച്ചു. ഇതിനിടയിലാണ് സേതു തന്റെ അമ്മയെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വേണുവിനോട് പോയി സംസാരിക്കുകയും വേണുവിനോട് പോയി വഴക്കുണ്ടാക്കുകയും വേണുവിനെ ഉപദ്രവിക്കുകയൊക്കെ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വേണു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് വേണു സത്യങ്ങൾ തിരിച്ചറിഞ്ഞതെന്ന് ലക്ഷ്മിയും മനസ്സിലാക്കി. അതോടുകൂടി തന്റെ മകനോട് ലക്ഷ്മിക്ക് ശത്രുത തോന്നി. സേതുവിന്റെ ജീവിതം സന്തോഷത്തോടുകൂടി ഇരിക്കാനായിട്ട്, സേതുവിന്റെ ജീവിതം സന്തോഷത്തോടുകൂടി വേണം, തന്റെ അമ്മ തനിക്കൊപ്പം വേണം എന്ന് വിചാരിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ ജീവിതം മനഃപൂർവ്വം കുളം തോണ്ടിയതാണെന്നാണ് അവിടെ ലക്ഷ്മി വിചാരിച്ചത്. അത് തിരുത്താനായിട്ട് സേതു ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ലക്ഷ്മിക്ക് സേതുവിനോട് ശത്രുത കൂടി, ഭയങ്കര പ്രശ്നങ്ങളായി. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു തർക്കങ്ങളും വഴക്കുകളുമായി. എന്നാൽ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു തർക്കങ്ങൾ കണ്ടിട്ട് പല്ലവിക്ക് പോലും സഹിച്ചില്ല. അതിന് പിറ്റേ ദിവസം രാത്രിയാണ് മറ്റൊരു സംഭവം അവിടെ അരങ്ങേറിയത്. ലക്ഷ്മിയും സേതുവും പല്ലവിയും ഒരുമിച്ച് താമസിക്കുന്ന ആ വീട്ടിൽ രാത്രിയിൽ കുറെ ഗുണ്ടകൾ അതിക്രമിച്ച്, അതിനു മുന്നേ തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. സേതു തിരികെ പൊന്നുമടത്തിൽ എത്തിയതിനു ശേഷം ഋതുവിനോട് ഇന്ദ്രൻ കാണിച്ചു കൂട്ടിയ തെറ്റുകളും ക്രൂരതകളും ഒക്കെ ഇന്ദ്രൻ തിരിച്ചറിഞ്ഞു. അതിന്റെ പേരിൽ വലിയ തർക്കങ്ങളായി. പല്ലവി ഇപ്പോഴും ഇന്ദ്രൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യം സേതു അറിഞ്ഞു. അങ്ങനെയാണ് ഇന്ദ്രനെ സേതു അടിച്ചൊതുക്കിയതും ഒരുപാട് അടിക്കുകയും അവർ തമ്മിൽ തർക്കങ്ങളും വഴക്കുകളും ആവുകയും കയ്യാങ്കളി ആവുകയും ചെയ്തത്. ഇതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ലക്ഷ്മിയുടെ വിവരങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് അറിയിക്കുകയും വേണുവിനോട് പോയി ഇന്ദ്രൻ പ്രതികാരം ചെയ്തതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അന്ന് രാത്രി തന്നെ എല്ലാവരും അവിടെ കറണ്ട് പോയി, അതായത് കറണ്ട് കട്ട് ചെയ്തതാണ്. അപ്പൊ ലക്ഷ്മിയും പല്ലവിയും സേതുവും കൂടി എന്താന്ന് നോക്കാനായിട്ട് അവിടേക്ക് നിൽക്കുന്ന സമയത്ത് കുറെ ഗുണ്ടകള് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറുകയും അവരെ സേതുവുമായിട്ട് അടിപിടി ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഇരുട്ടായതുകൊണ്ട് തന്നെ സേതുവിന് ഇത് കൃത്യമായിട്ട് മനസ്സിലായില്ല. തന്റെ ഭാര്യയും അമ്മയും സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ ഗുണ്ടകളെ കത്തിവെച്ച് സേതുവിന്റെ കൈയെ വെട്ടുകയും അങ്ങനെ രക്തം വാർന്ന് സേതു അവിടെ വീഴുകയും ചെയ്തു. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്തായാലും അടുത്ത ആഴ്ച ഉണ്ടാകാൻ പോകുന്നത്. ഇതോടുകൂടി ഇന്ദ്രൻ ഉറപ്പായിട്ടും പൊന്നുമടത്തിൽ നിന്നും എല്ലാവരുടെ ജീവിതത്തിൽ നിന്നും പുറത്താകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ദ്രന് തക്ക ശിക്ഷ കിട്ടുകയും ചെയ്യും. ഒരുപക്ഷെ ലക്ഷ്മി വേണു സത്യങ്ങൾ തിരിച്ചറിയാനുള്ള സാധ്യതയുമുണ്ട്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയും. അതുവരേക്കും ടാറ്റ ബൈ.